നിന്നും ശക്തമായ മഴയിൽ മൂന്നാം ദിനവും താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തതിനാൽ വയനാട് ഒറ്റപ്പെട്ട നിലയിലാണ്. ഓണക്കാലത്തെ ഗതാഗത തടസ്സം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഫൈസൽ നെടുമ്പാലയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, ഓണക്കാലത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധിയാണ് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ഒറ്റപ്പെട്ട ഒരവസ്ഥ. കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് വയനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശ്രയ കേന്ദ്രം. രോഗികളെപ്പോലും കൊണ്ടുവരാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ. നിലവിൽ അവിടെ മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? മറ്റൊന്ന്, ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ സമാന്തരമായി ഏതെങ്കിലും പാതയിലൂടെയുള്ള യാത്ര നിർദ്ദേശിക്കുന്നുണ്ടോ വയനാട് ജില്ലാ ഭരണകൂടം? വയനാട് സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അതിശക്തമായ മഴയാണ് വയനാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ചുരത്തിൽ 3 മണിയോട് കൂടെ തന്നെ മഴ ശക്തമായിരുന്നു. ഈ ശക്തമായ മഴയെ തുടർന്നാണ് കൂടുതലായിട്ടുള്ള കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ, അതായത് ഈ 2 ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ പൂർണ്ണമായും നിരോധിക്കുകയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. താൽക്കാലികമായി രാവിലെ ഗതാഗതം തുറന്ന് നൽകിയെങ്കിലും പിന്നീട് ശക്തമായ മഴയെ തുടർന്ന് വീണ്ടും ഗതാഗതം നിരോധിക്കുകയായിരുന്നു. ഇപ്പോൾ വൈകിട്ടോടുകൂടി ഒരു നിലക്കും വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ഇപ്പോൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ചുരത്തിലൂടെ ഗതാഗതം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നു. കുത്തി ഒലിച്ചു വരുന്ന വെള്ളത്തിൽ കല്ലും മണ്ണും താഴേക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നമ്മൾ ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം, നാളെ ഓണം അവധി തുടങ്ങുകയാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ പോലും അവധി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ ചുരം വഴി വയനാട്ടിലേക്ക് കടന്നു പോകുന്നുണ്ട്. അവധി ആയിക്കഴിഞ്ഞാൽ ഇത് ഇരട്ടിയാണ്. കൂടുതൽ ആളുകൾ, സാധാരണക്കാരും അതുപോലെ വിനോദസഞ്ചാരികളൊക്കെ തന്നെ കൂടുതലായും വയനാട്ടിലേക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. വ്യാപാരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിസന്ധി ഉണ്ടാകും. ടൂറിസം മേഖലക്കും വലിയ പ്രതിസന്ധി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അടിയന്തരമായ വിഷയത്തിൽ ഫൈസലിലേക്ക് തിരിച്ചു വരാം. മന്ത്രി 26-ാം തീയതി വൈകുന്നേരം ഉണ്ടായിട്ടുള്ള